ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ജനുവരി 23 വരുന്ന ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ തന്നെ മറ്റ് പ്രൊസീജിയർ കാര്യങ്ങൾ, ഫിസിക്കൽ കാര്യങ്ങൾ, കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന പോസ്റ്റ് ഒരിക്കലും ക്ലറിക്കൽ പോസ്റ്റായി വരുന്ന ഒരു പോസ്റ്റല്ല. അതുപോലെ നേരത്തെ വരെ ഹെൽപ്പർ പോസ്റ്റ് എന്നതായിരുന്നു ഇതിൻ്റെ പേര്. എന്നാൽ ഇപ്പോൾ ഇത് അസിസ്റ്റൻ്റ് എന്നാക്കിയാണ് പുനർനാമകരണം ചെയ്തിട്ടുള്ളത്. മെയിനായിട്ടും ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എൻജിനീയറിംഗ്, സിഗ്നൽ ആൻഡ് ടെലികോം, അതുപോലെ തന്നെ സ്റ്റോറ്, ഹോസ്പിറ്റൽ എന്നിങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അസിസ്റ്റൻ്റായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെയൊക്കെയാണ് ജോലി ലഭിക്കുക. ഗ്രൂപ്പ് ഡി എന്ന് പോസ്റ്റിനെ വിളിക്കുന്നുവെങ്കിലും റെയിൽവേയിൽ ഗ്രൂപ്പ് സി പോസ്റ്റുകളുടെ കീഴിലാണ് അസിസ്റ്റൻ്റ് പോസ്റ്റ് പൊതുവെ വരുന്നത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് റെയിൽവേയുടെ ഇപ്പോൾ അടുത്ത് വന്ന ALP, ടെക്നീഷ്യൻ, NDPC തുടങ്ങിയ പോസ്റ്റുകളിൽ ട്രിവാൻഡ്രം RRBയുടെ കീഴിൽ ഒഴിവുകൾ കണ്ടതുപോലെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിൽ ഒഴിവുകളൊന്നും കാണുവാൻ സാധിക്കുന്നത് അല്ല. പകരം ചെന്നൈ സോൺ സതേൺ റെയിൽവേയിൽ ആയിരിക്കും ഒഴിവുകൾ കാണാൻ സാധിക്കുക. ചെന്നൈ സോണിൽ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ കേരളത്തിലായിരിക്കും ജോലി ലഭിക്കുക. ഇതിൻ്റെ യോഗ്യത കഴിഞ്ഞ CEN 01/2019 നോട്ടിഫിക്കേഷനിൽ വന്നതുപോലെയുള്ള യോഗ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് 10ാം ക്ലാസ് പാസ്സാണ് ഇതിൻ്റെ യോഗ്യത. ITI, NCVT ഓർ NAC യോഗ്യതയുള്ളവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ റെയിൽവേയിൽ നിന്നും അപ്രൻറ്റീസ് ആയി പൂർത്തീകരിക്കുന്നവർക്ക് CCA കോഴ്സ് കംപ്ലീറ്റ് അപ്രൻറ്റീസ് ഈ റിക്രൂട്ട്മെൻറ്റിൽ 20% റിസർവേഷൻ ഉണ്ടായിരിക്കുന്നത് ആണ്. കൂടാതെ റിട്ടൺ എക്സാം കഴിഞ്ഞുള്ള ഫിസിക്കൽ ടെസ്റ്റ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് അല്ല. പ്രായപരിധി ആണെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്കുള്ളത്. അതുപോലെ തന്നെ OBCക്ക് ആണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പ്രായം. SC STക്ക് ആണെങ്കിൽ 18 മുതൽ 38 വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ COVID-19 റിലാക്സേഷനായിട്ട് ജനറൽ കാറ്റഗറിക്ക് 18 മുതൽ 36 വരെയും OBCക്ക് 18 മുതൽ 39 വരെയും SC STക്ക് 18 മുതൽ 41 വരെയും നൽകുന്നതാണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കറക്റ്റ് DOB ഗ്യാപ്സ് അതിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നത് ആണ്. അതുപോലെ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ ആദ്യമേ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു നിശ്ചിത ദിവസത്തിന് ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതാണ്. അക്സെപ്റ്റഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ റിജക്റ്റഡ് ആയോ എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം റിട്ടൺ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈനായിട്ടായിരിക്കും പരീക്ഷ. CBT എക്സാം കഴിഞ്ഞ ശേഷം എന്താണ് RRB തീരുമാനിക്കുന്ന കട്ട് ഓഫിൻ ഉള്ളിൽ വരുന്നവരെ ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കും. CCAA അതിൻ്റെ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ഒഴികെയുള്ളവർ മാത്രം ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് വീണ്ടും RRB ഒരു നിശ്ചിത കട്ട് ഓഫ് തീരുമാനിച്ചിട്ട് അതിൽ വരുന്നവരെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനും വിളിക്കുന്നതാണ്. ഇത് 2 ദിവസമായിട്ടായിരിക്കും നടക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിന് വേറെ ഹോസ്പിറ്റലിലോട്ടായിരിക്കും പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഡേയ്സ് കൂടാനും സാധ്യതയുണ്ട്. മെഡിക്കൽ പാസ്സാക്കുന്നവരെ വെച്ച് സെലക്ഷൻ പാനൽ ഉണ്ടാക്കി
അതിൽ വരുന്നവരെ അപ്പോയിൻമെൻ്റ് ആക്കുന്നതാണ് ഇതിൻ്റെ രീതി. ഓർക്കുക, മെഡിക്കൽ പാസ്സാകുന്ന എല്ലാവരെയും സെലക്ഷൻ ചെയ്യണം എന്ന് ഉണ്ടായിരിക്കണം ഇല്ല. റെയിൽവേയിൽ ഓരോ പോസ്റ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. A2, A3, B1, B2, C1, C2, C3 എന്നിങ്ങനെയായിരിക്കും ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് നൽകുക. എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ ഇത് ഉണ്ടായിരിക്കുന്നതാണ്. കാഴ്ച എത്ര വേണം എന്നും ഫിസിക്കൽ ഫിറ്റ് വേണോ എന്നും എല്ലാം അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന പോസ്റ്റുകൾ ഏതാണെന്ന് നോക്കി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലാത്ത മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റിൽ അപ്ലൈ ചെയ്താൽ റിട്ടൺ എക്സാം, ഫിസിക്കൽ കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിന് ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അൺഫിറ്റ് ആയിരിക്കുന്നതാണ്. കാരണം ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ എക്സാം നടക്കുന്നത്. റെയിൽവേ ഹോസ്പിറ്റലാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കുകയേ വേണ്ട എന്നതാണ് പറയാനുള്ളത്. അതുപോലെ ഏതെങ്കിലും സർജറി നടത്തിയ അടയാളങ്ങൾ നിങ്ങളുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് നടത്തിയ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കരുതിയിരിക്കേണ്ടതാണ്. കണ്ണിൽ ലേസർ ഓർ PRK ചെയ്തവരും സർട്ടിഫിക്കറ്റ് കരുതേണ്ടതാണ്. അതിൽ സർജറി കഴിഞ്ഞ ഡേറ്റും കഴിഞ്ഞിട്ട് എത്ര മാസം ആയി എന്നതും ഉണ്ടായിരിക്കേണ്ടതാണ്. ഭിന്നശേഷിക്കാർക്ക് ഗ്രൂപ്പ് D പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ തൊട്ട് മുകളിൽ പറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കി മാത്രമേ അപേക്ഷിക്കുവാൻ പാടുള്ളതുള്ളൂ. കൂടാതെ നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഗ്രൂപ്പ് D എക്സാമുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വരെ ഗുഡ് ബൈ.